50 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സന്തോഷവും അഭിമാനവും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേ ശരിക്കും നിങ്ങളുടെ പ്രായത്തിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു. നല്ല നല്ല ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ കളിച്ചു വളർന്നു കൂട്ടുകാരോട് രസിച്ച് നടന്ന കാലമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് സ്കൂളിലേക്ക് സ്കൂളിൻ്റെ ആദ്യ കാലഘട്ടം തന്നെയായിരുന്നു പഠിക്കാൻ കഴിയും. ആദ്യത്തെ ഏറ്റവുമായ സാറാണ് അദ്ദേഹം ബിസിനസ് ഹെഡ് മാസ്റ്ററായിട്ട് വന്നത്. അതിന് വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. വീണ്ടും ഈ സ്കൂളിലേക്ക് ഇനി വരാൻ ഒരു അവസരം തന്ന വിഷ്ണു സാറിന് മറ്റെല്ലാ അധ്യാപകർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. പക്ഷേ നമ്മൾ അന്നത്തെ അന്തരീക്ഷത്തിന് വ്യത്യസ്തമായി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അന്ന് വളരെ ഓപ്പണായിട്ട് എക്സപ്റ്റൊന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കുകയാണ്. മക്കൾക്കൊന്നുമില്ല, ഇഷ്ടം പോകാനും വരാനൊക്കെയുള്ള സൗകര്യമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നടന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ വളരെ സൗകര്യമാണല്ലേ. സ്കൂൾ വാരിയില്ലാതായാലും വരുന്ന നല്ല അവസരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിലേക്ക്. എന്തായാലും വളരെ സന്തോഷം. നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അധ്യാപകരിൽ നിന്നാണ് എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഹൈസ്കൂള് അവിടെ തൊട്ടാണ് എനിക്കൊരു അധ്യാപനത്തോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. പിന്നീട് വലിയ വരുന്ന ക്ലാസ്സുകളിലും കോളേജ് ലൈഫിലും ഒക്കെ എനിക്ക് എന്നോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ഇവിടുത്തേക്ക് അധ്യാപകരുടെ ആ ഒരു ക്ലാസ് മുതൽ കണ്ടിട്ടാകണം നമ്മളിപ്പോൾ വിളിച്ചിട്ട് അധ്യാപകരാകുമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് എനിക്കൊരു ഈ മേഖലയോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എൻ്റെ വീട്ടിലാരും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഗവൺമെൻറ് ജോലി വേണം, നേടണം എന്നൊക്കെ മഹത് വ്യക്തികളുടെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല, അവരാരും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു നിമിഷം പെട്ടെന്ന് അവസാനത്തെത്തിയവരല്ല. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അന്വേഷിക്കേണ്ടത് ഓരോ വ്യക്തികളും നിങ്ങളുടെ ഓരോ കുട്ടികളും ഓരോ ഇഷ്ടങ്ങളായി മാറും. അതൊരു നല്ല ഒരു രാഷ്ട്രത്തെ ഒരു സമൂഹത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. സ്കൂളിൻ്റെ അധ്യാപികയായ ബഹുമാനിയായ ടീച്ചർ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വഭാരതി സ്കൂളിലെ ഏറെ പ്രിയപ്പെട്ട കുട്ടികൾ, സഹപ്രവർത്തകർ, ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എപ്പിസിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ക്ലാസ് ടീച്ചർ വിഷ്ണു സാർ ഉൾപ്പെടെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ അക്കാദമിക് വർഷം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിഷ്ണു സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ആരംഭിച്ച പ്രോഗ്രാമാണ് വിവേകോടെ ഇൻട്രാക്റ്റീവ് സെക്ഷനിലേക്ക് അതിൻ്റെ പ്രോത്സാഹനം. നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല സ്ഥാനങ്ങൾ കൈവരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധം നൽകാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലത്തെ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചിട്ടയായി ഒരു ആശയം, ചിട്ടയായ ഒരു അവബോധം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയത് നമ്മുടെ സ്കൂളിൻ്റെ ആരംഭഘട്ടത്തിൽ 80കളിൽ ആരംഭിച്ച ഈ സ്കൂളിൻ്റെ ആരംഭഘട്ടത്തിൽ ഇത്രയുമൊന്നും സൗകര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന HHIS UP സ്കൂളിലെ പ്രഥമാധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന ഏറെ പ്രിയപ്പെട്ട നസീമ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾക്കെല്ലാം, ടീച്ചറിൻ്റെ വാല്യുബിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിതിന് സമയം കണ്ടെത്തിയ നസീമ ടീച്ചറിന് വിശ്വഭാരതി കുടുംബത്തിൻ്റെ പേരിലുള്ള 1000 നന്ദി അർപ്പിച്ചു.